ആവശ്യമായിട്ട് ഉള്ള അകലങ്ങളിലേക്ക് മാറി നിന്ന് സഹകരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മച്ചാമരി 56 വർഷങ്ങൾക്ക് ശേഷം ഒരു സൈനികൻ്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സൈനികൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് 56 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1968 കാശ്മീരിലെ ഒരു മഞ്ഞുമലകളിൽ അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു വിമാനം കാണാതാവുകയും ക്രാഷിലകപ്പെട്ടു എന്നാണ് വിവരം കിട്ടിയത്. അതിനുശേഷം 56 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സൈനികൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് ചെറിയാൻ. നമ്മുടെ പത്തനംതിട്ടയിലെ എലന്തൂരിന് അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ, ജനക്കൂട്ടം ഇവിടെ നിൽപ്പുണ്ട്. അതായത് ആ ഒരു സൈനികന് കൊടുക്കുന്ന ഒരു ഒരു അന്ത്യയാത്ര, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ സൈനികന്മാർ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. थोड़ा सा और सीधा हो जाए, छोड़ पर मुड़ वीडियो माइक ऑन മച്ചന്മാരെ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എലന്തൂരുള്ള പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി സംസ്കാര ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തും. ഏകദേശം ഒരു 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. അതുപോലെ സഹോദരന്മാരെ, അവരുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും പ്രാർത്ഥനയോടൊപ്പം ഈ നാട് മുഴുവൻ പ്രത്യേകിച്ച് ഓർമ്മിക്കുവാൻ തോമസ് വർഗീസും അതുപോലെ തന്നെ ഷിജുവും കുടുംബവും ഒക്കെ താഴെ ഈ അവസരത്തിൽ ഞാൻ ഇവരെ We will also live in the hearts of Indians through his legacy and വശങ്ങളിൽ നിന്ന് അല്പം കൂടെ ഒതുങ്ങി നിന്ന് സഹകരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഭൗതിക ശരീരം അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ദയവായിട്ട് വശങ്ങളിൽ നിൽക്കുന്നവർ ആവശ്യമായിട്ട് ഉള്ള അകലങ്ങളിലേക്ക് മാറി നിന്ന് സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു.
Ten.